വ്യൂവേഴ്സ്, റാൻ ക്രോസ് റോഡ് സൈക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു അലോയ് വണ്ടിയാണ്. ഇത് ഒരു ബിഗിനർ ലെവൽ വണ്ടിയാണ്, പക്ഷെ അലോയിൽ അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു വണ്ടിയാണ്. വണ്ടിയുടെ പേര് ബ്രാൻഡ് വരുന്നത് ഷ്നെല്ലിന്റെ റോഡ് 30 എന്ന് പറയുന്ന മോഡലാണ്. നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് 14 കിലോയാണ്. അലോയ് വണ്ടിയാണെങ്കിലും സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു വെയിറ്റ് കൂടുതലാണ് ഈ വണ്ടിക്ക്. 14 കിലോ വരുന്നതാണ്. ഫുള്ളി അലോയ് ആണ് വണ്ടി വരുന്നത്. ഇതിന്റെ ഫ്രെയിം സൈസ് വരുന്നത് ലാർജ് ഫ്രെയിം ആണ്. 19 ഇഞ്ചാണ് ഇതിന്റെ ഈ ടോട്ടൽ ഫ്രെയിം സൈസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഗിയർ സിസ്റ്റവും പിന്നെ ഇതിന്റെ ബാക്കി സ്പെക്കും നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതിനകത്ത് ടയർ വരുന്നത് ആർടെക്സിന്റെ ഗാർഡ് 3 എന്ന് പറയുന്ന പഞ്ചർ ഗാർഡ് ഉള്ള ഒരു ടയറാണ്. അപ്പൊ അത്യാവശ്യം നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും നമുക്ക് പഞ്ചറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടയറാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിന്റെ ഡിസ്ക് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് ആണ്. ഇത് 160 mm റോട്ടറാണ് വരുന്നത്. ഇതിൽ വരുന്ന മെഷീൻ എന്ന് പറയുന്നത് ജാക്കിന്റെ മെഷീനാണ്. അപ്പോൾ നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി തന്നെ ഇതിനുണ്ടാകും. ഇനി നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഹബ്ബാണ്. ഇതൊരു അലോയ് ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലോയ് ഹബ്ബ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെയറിംഗ് വരുന്നത് സീൽഡ് ബെയറിംഗ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് റോക്കിന്റെ സസ്പെൻഷനാണ് വരുന്നത് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ്. ഇതിനകത്ത് ലോക്കൗട്ട്, നമുക്ക് ഈ സസ്പെൻഷൻ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ലോക്കൗട്ട് സസ്പെൻഷൻ ആണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് പ്രീലോഡ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സസ്പെൻഷൻ വരുന്ന ഹൈഡ്രോളിക് അലോയ് പ്രീലോഡ് ഉള്ള ലോക്കൗട്ട് സസ്പെൻഷൻ ആണ്. അപ്പോൾ ഇതൊരു ബിഗിനർ ലെവലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സ്പെക്ക് തന്നെയാണ് ഈ സസ്പെൻഷനിൽ വരുന്നത്. കാരണം അലോയ് സസ്പെൻഷൻ ആകുമ്പോൾ തന്നെ വെയിറ്റ് കുറയും. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രീലോഡ് തന്നിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ എന്താ പറയുന്ന ആക്ഷൻ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വരും. ഇനി ഇതിന്റെ നമ്മൾ ഹെഡ്സെറ്റിലേക്ക് പോവാണ്. ഇതിനകത്ത് വരുന്നത് നെക്കോടെ ഹെഡ്സെറ്റ് ആണ് വരുന്നത്. സ്റ്റെമ്മ് ഷ്നെല്ലിന്റെ തന്നെയാണ്, അലോയ് സ്റ്റെമ്മാണ് വരുന്നത്. ഹാൻഡിൽ ബാർ വരുന്നത് അലോയ് തന്നെയാണ്. ഗ്രിപ്പ് നോക്കുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള PU ഗ്രിപ്പാണ് വരുന്നത്. അലോയ് റിങ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഫ്രെയിം ആണ് നോക്കുന്നത്. ഇതിന്റെ ഫ്രെയിമിലേക്ക് വരുന്നത് ഇന്റേണൽ കേബിളിംഗ് ആണ്. ഫ്രണ്ട് ബാക്കിലും വരുന്ന ഇന്റേണൽ കേബിളിംഗ് ആണ്. മനോഹരമായ പെയിന്റും ഗ്ലോസി പെയിന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ വെൽഡിംഗ് പോയിന്റുകൾ കാണണം. വളരെ മനോഹരമായിട്ടാണ് ഇതിന്റെ വെൽഡിംഗ് പോയിന്റുകൾ ചെയ്തിരിക്കുന്നത്. 6061 അലോയ് എന്ന് ഇതിനകത്ത് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ വയ്ക്കാനുള്ള ഹോൾഡർ ഫെസിലിറ്റിയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ പരിശോധിക്കുന്നത് ഒരു റെഡ് കളർ, ബ്ലൂ, വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സൈക്കിളാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഡ്രൈവ് ട്രെയിൻ ഏതാണെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്നത് ബോട്ടം ബ്രാക്കറ്റ് ആണ്. സീൽഡ് ബോട്ടം ബ്രാക്കറ്റ് ആണ് വരുന്നത്. കെൻലിയുടെ തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് റോവീലിന്റെ അലോയ് ക്രാങ്ക് സെറ്റ് ആണ്. ഇതിന്റെ ടീത്ത് വരുന്നത് 28, 38, 48 എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് വരുന്നത്. ചെയിന് നോക്കുകയാണെങ്കിൽ KMCയുടെ ചെയിനാണ് വരുന്നത്. ഫ്രണ്ട് ഗിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഷിമാനോയുടെ ടൂർണി TY ആണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗിയർ സിസ്റ്റം നോക്കാം. ഷിമാനോയുടെ ഓൾട്ടസ് ഗിയർ സിസ്റ്റം ആണ്. ഇത് 8x3 24 ഗിയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ വരുന്നത് ഷിമാനോയുടെ കെസറ്റ് ആണ് വരുന്നത്. ഇത് 1132 എന്ന് പറയുന്ന കോമ്പിനേഷനിലുള്ള ടീത്ത് സെറ്റ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഹബ്ബ് നോക്കുകയാണെങ്കിൽ ഷെൻകൂന്റെ അലോയ് ഹബ്ബ് തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ക്വിക്ക് റിലീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡ്രൈവ് ട്രെയിൻ വരുന്നത്. ഇതിന്റെ ഗിയർ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഷിഫ്റ്റേഴ്സ് 24 ആണ്. അപ്പോൾ ഫ്രണ്ടില് 3 ഗിയറും ബാക്കിൽ 8 ഗിയറും വരുന്ന കോമ്പിനേഷനാണ്. ഷിമാനോയുടെ തന്നെ EF 500 എന്ന് പറയുന്ന ഷിഫ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓൾട്ടസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഷിഫ്റ്റർ ആണിത്. വളരെ മികച്ച റെസ്പോൺസ് ഉള്ള ഒരു ഷിഫ്റ്ററാണ്. അപ്പൊ നമ്മൾ ഈ പരിചയപ്പെട്ട വണ്ടി ഷ്നെല്ലിന്റെ റോഡ് 30 എന്ന് പറയുന്ന വണ്ടിയാണ്. ഇത് ഫുള്ളി ഒരു അലോയ് ബൈക്കാണ്. ഞാൻ പറഞ്ഞു, ഫ്രെയിം ആണെങ്കിലും ഹബ് ആണെങ്കിലും ക്രാങ്ക് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ഹാൻഡിൽ ബാർ ആണെങ്കിലും ഈവൻ സീറ്റ് പോസ്റ്റ് ആണെങ്കിലും മുഴുവൻ അലോയ് ആയിട്ടുള്ള ഒരു വണ്ടി. നമ്മൾ ബിഗിനർ ലെവൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ എന്നൊക്കെ പറയുമെങ്കിൽ അത്യാവശ്യം റിച്ച് ആയിട്ട് സ്പെക്കിൽ റിച്ച് ആയിട്ടുള്ള ഈ ഒരു വണ്ടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷ്നെല്ലിന്റെ ഡീലർഷിപ്പുള്ള ഒട്ടുമിക്ക
സ്ഥലങ്ങളിൽ ഇത് ഓൺലൈനിൽ ലഭ്യമല്ല. കാരണം ഇത്തരം വണ്ടികളൊന്നും നമുക്ക് ഓൺലൈനിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് റാൻ ക്രോസ് റോഡ് സൈക്കിൾസ് ഉണ്ട്, നാലാഞ്ചിറയുണ്ട്, പാലോടും ഉണ്ട്. അപ്പോൾ ഈ 2 ഷോപ്പുകളിലും ഉണ്ട്. ഇതിന്റെ പ്രൈസ് പറയുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ രസം വരുന്നത്. ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത് 24,990 രൂപയാണ്. കൂടാതെ തന്നെ പലപ്പോഴും ഓഫേഴ്സും വരാറുണ്ട്. ഇപ്പോൾ റീസെന്റ് ഓഫറിൽ 22,000 22,000 രൂപയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു ഹൈഡ്രോളിക് അലോയ് സസ്പെൻഷനുള്ള ഡിസ്ക് ബ്രേക്ക് വരുന്ന 24 ഗിയേഴ്സ് ഷിമാനോയിൽ വരുന്ന ഒരു വണ്ടി, അതും ക്വാളിറ്റിയുള്ള ബെയറിങ്സോട് കൂടി വരുന്ന ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊരു വണ്ടിയുമായിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good